ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. ഇന്ന് രാജേഷ് എ കൃഷ്ണൻ സംവിധാനം ചെയ്ത് തബു, കരീന കപൂർ, കൃതി സാനോൻ എന്നിവർ ചേർന്ന് അഭിനയിച്ച ക്രൂ എന്ന ഹിന്ദി സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം മുന്നേയുള്ള വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഇത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ സിനിമയുടെ കാര്യങ്ങളിലേക്ക് പോകാം. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് രാജേഷ് എ കൃഷ്ണനാണ്. എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അദ്ദേഹം ലൂട്ട് കേസ് എന്ന് പറയുന്ന മുന്നേ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഒരു കുറച്ച് കോമഡി ത്രില്ലറായിട്ട്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ബാലാജി മോഷൻ പിക്ചേഴ്സും അനിൽ കപൂർ ഫിലിംസും കൂടെ ചേർന്നിട്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പെൻ മരുധർ എൻ്റർടൈൻമെൻ്റ് ആണ് പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ബൈ ദിൽജിത്ത് ദൊസാൻ, ബാദ്ഷാ, രാജ് റണോദ്. എനിക്കൊന്ന് ഒരുപാട് ആൾക്കാർ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ദിൽജിത്ത് ആക്ച്വലി ഇതിലൊരു പ്രധാന ക്യാരക്ടറും സിനിമയിലൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറും ദിൽജിത്ത് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് ബൈ മാനൻ സാഗർ, സിനിമാറ്റോഗ്രഫി ബൈ അനുജ് രാകേഷ് ധവാൻ. ഇദ്ദേഹമാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തിരക്കഥ നിധി മെഹ്റയും മെഹുൽ സൂരിയും ചേർന്നിട്ടാണ് കഥയും തിരക്കഥയും ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് സിനിമയിലേക്ക് പോവുകയാണെങ്കിൽ സിനിമയുടെ കഥ വളരെ ഒരു നോർമൽ സ്റ്റോറിയാണ്, കുറച്ച് ലോജിക്ലെസ് സ്റ്റോറിയാണ്. ഇത് ഒരു കൊഹിന്നൂർ എയർലൈൻസ് എന്ന് പറയുന്ന ബാങ്ക്രപ്റ്റിൻ്റെ വേർജിലെത്തി നിൽക്കുന്ന കൊഹിന്നൂർ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്ന 3 എയർ ഹോസ്റ്റസ്മാരുടെ കഥയാണ്. ഒരാൾ ഫാമിലി ലൈഫുമായിട്ട് ഫാമിലി എങ്ങനെയെങ്കിലും അവർക്ക് 3 പേർക്ക് അവരുടേതായ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. അതിൽ ഒരാൾ തബു ചെയ്യുന്ന ക്യാരക്ടർ സ്വന്തം ഫാമിലി എങ്ങനെയെങ്കിലും കുറച്ച് കടക്കണിയിലകപ്പെട്ട് അവരെങ്ങനെയെങ്കിലും അതിൽ നിന്ന് കരകയറണം എന്നുള്ള രീതിയിൽ, കുറച്ച് ബിസിനസ്സൊക്കെ ഒന്ന് ബെറ്റർ ആക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണ് തബു ചെയ്ത ക്യാരക്ടർ. കരീന കപൂർ ചെയ്ത ക്യാരക്ടർ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഒന്നുമില്ലെങ്കിലും പുള്ളിക്കാരി ഭയങ്കര ലക്ഷൂറിയസ് ലൈഫ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് കരീന കപൂറിൻ്റേത്. കൃതിയുടെ ക്യാരക്ടറിൽ കുട്ടിക്കാലം മുതൽ പൈലറ്റ് ആവണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ എയർ ഹോസ്റ്റസ് മാത്രമേ ആയുള്ളൂ. പക്ഷേ വീട്ടുകാരുടെ മുന്നിൽ പുള്ളിക്കാരി ഇപ്പോഴും പൈലറ്റാണ്. അങ്ങനെയുള്ള 3 എയർ ഹോസ്റ്റസുമാരുടെ കഥയാണ്, എയർ ഹോസ്റ്റസുമാരുടെ ലൈഫാണ് സിനിമ കാണിക്കുന്നത്. അപ്പം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് എയർലൈൻസ് ബാങ്ക്രപ്റ്റ് ആകുമ്പോൾ ഇവർക്ക് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവരുടെ മുന്നിലേക്ക് ഒരു ഗോൾഡ് സ്മഗ്ലിങ്ങിൻ്റെ ഒരു ചാൻസ്, ഒരു ഓപ്പർച്യൂണിറ്റി ഇവരുടെ മുന്നിലേക്ക് വരുന്നതും അത് അവർ 2 കൈ നീട്ടി സ്വീകരിക്കുന്നതും അതിന് ശേഷം സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് സിനിമ പറയുന്നത്. ഇത് അത്യാവശ്യം ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു പടം, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കുറേ ഡബിൾ മീനിങ് കോമഡികളും ഒക്കെ ആയിട്ട് ചുമ്മാ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ലോജിക്ലെസ് മൂവിയാണ്. ചുമ്മാ ഒരു കുറച്ച് സമയമുണ്ടെങ്കിൽ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. സെക്കൻഡ് ഹാഫൊക്കെ ഭയങ്കര കോമഡിയാണ്. എങ്ങനെയാണ് ഇത് കൊഹിന്നൂർ എയർലൈൻസ് എന്ന് പറയുന്നത് മറ്റേ കിങ്ഫിഷർ എയർലൈൻസിനെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓണറെ കാണിക്കുന്നത് വിജയ് മല്യയുടെ അതേ പേരുള്ള വേറൊരു പേരിലാണ് അദ്ദേഹത്തെ കാണിക്കുന്നത്. അതും മല്യ എന്ന് വിജയ് വാലിയ എന്നാണ് അതിൻ്റെ ചെയർമാൻ്റെ പേര് കാണിക്കുന്നത്. അദ്ദേഹം ഇതുപോലെ ബാങ്ക്രപ്റ്റായിട്ട് പുറത്തൊരു രാജ്യത്തേക്ക് പോകുന്നതും അങ്ങനെയൊക്കെയാണ് കഥ. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതെല്ലാം അതിൻ്റെ ഒരു സ്പൂഫ് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തൊരു കഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്യാവശ്യം ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സിനിമയിൽ. കുറേയൊക്കെ ഡബിൾ മീനിങ് കോമഡീസ് ഉണ്ട്, അല്ലറ ചില്ലറ പാട്ടും കാര്യങ്ങളും ഉണ്ട്, കുറേ ഗ്ലാമർ കാണിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് പടത്തിലൊന്നുമില്ല. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഇത് തിയേറ്ററിക്കൽ ഹിറ്റായിരുന്നു പടം എനിക്ക് തോന്നുന്നു അത്യാവശ്യം 70 കോടി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു പടത്തിൻ്റെ ചിലവ്. 75 കോടി എങ്ങാണ്ട് ചിലവ് ചെയ്തിട്ട് അത്യാവശ്യം ഒരു 150-160 കോടിയോളം സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. കാരണം വേറെ സിനിമകളൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. അതുപോലെ ഈ 3 ലേഡി ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് സിനിമ അത്യാവശ്യം ഫാമിലി ഓഡിയൻസൊക്കെ കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല സിനിമയെക്കുറിച്ച്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഒന്നുമില്ല.
അതുകൊണ്ട് അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.